ഇടതുപക്ഷ മനസ്സ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗമാണ് നിങ്ങൾക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളത്. പയ്യന്നൂരിൽ RSPയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സഖാവ് കുഞ്ഞികൃഷ്ണൻ, അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന സഖാവ് G സുധാകരൻ, കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന ഐഷ പോറ്റി, മലമ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ സുരേഷ്, CPM-നെതിരായിട്ടുള്ള ഈ ജനവിധിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് CPM CPI അനുഭാവികളും അവരുടെ വോട്ടർമാരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാൽ നൂറ്റാണ്ട് കാലം ഈ മണ്ഡലത്തെ പിന്നോട്ടടിച്ച ആളുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി 10 പഞ്ചായത്തിലും സജീവമായിട്ടുണ്ട്. സ്വാഭാവികമായും തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ളവർ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് കുന്നത്തൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. അതൊരു പനി ക്ലിനിക്കാക്കി മാറ്റി. എസ് വളവ് പോലെ 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു മൂത്രപ്പുര പണിയാൻ ഈ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വികസനം ഇല്ലായ്മ ചോദ്യം ചെയ്യുമ്പോൾ കേവലം എല്ലാ കാലത്തും കാണിക്കുന്നത് പോലെ വ്യക്തിഹത്യയുമായി നടന്നാൽ അതൊന്നും കേട്ട് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രം, രാഷ്ട്രീയ കാറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതൊരു ടീം UDF സ്പിരിറ്റിൽ തന്നെയാണ് അവിടെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ. സർ, ഇത്തവണ RSPയുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? RSPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിസ്മയകരമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതിൽ അപ്രാപ്യമെന്ന് വിശേഷിപ്പിക്കുന്ന, അസാധ്യമെന്ന് ഒരുപക്ഷെ കരുതുന്ന പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 5 സീറ്റുകളിലും RSP പ്രതിനിധികൾ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതാണ് കേരളത്തിലുണ്ടായിട്ടുള്ള പൊതുവായ രാഷ്ട്രീയ ട്രെൻഡ്. ആ രാഷ്ട്രീയ ട്രെൻഡിനോടൊപ്പം വളരെ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി പാർട്ടിയും മുന്നണിയും ഒരുമിച്ചൊറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ RSP 2014-ലാണ് UDF-ന്റെ ഭാഗമായി കേരളത്തിൽ വന്നത്. ആ 2014-ന് ശേഷമുള്ള ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെയും ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയവും മുറുകെ പിടിക്കുന്ന ഇടതുപക്ഷ മനസ്സ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗമാണ് നിങ്ങൾക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് പയ്യന്നൂരിൽ RSPയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സഖാവ് കുഞ്ഞികൃഷ്ണൻ, അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന സഖാവ് G സുധാകരൻ, കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന ഐഷ പോറ്റി, മലമ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ സുരേഷ്, അതുപോലെ വിവിധ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന നിരവധിയായ CPM-ന്റെ നേതാക്കന്മാർ, ദീർഘകാലം നിയമസഭാംഗമായിരുന്നവർ, പല തലങ്ങളിൽ CPM-ന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചവരടക്കം RSP ഉൾപ്പെടെ കോൺഗ്രസ് അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്നു എന്ന് പറയുന്നത് മാറുന്ന രാഷ്ട്രീയ കേരളത്തിന്റെ മുഖമാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ CPM-നെതിരായിട്ടുള്ള ഈ ജനവിധിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് CPM CPI അനുഭാവികളും അവരുടെ വോട്ടർമാരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കുമെന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും പ്രമുഖ കവി സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ച ആശങ്ക സ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥിതി വരും. ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പാർട്ടി മത്സരിക്കുന്ന പയ്യന്നൂർ സീറ്റ് ഉൾപ്പെടെയുള്ള 5 സീറ്റുകളിലും വിസ്മയകരമായ മുന്നേറ്റത്തിലൂടെ, അപ്രതീക്ഷിതമായ അട്ടിമറിയിലൂടെ 5 സീറ്റും ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് RSPയെ സംബന്ധിച്ചുള്ളത്. UDF-ന് 100-ൽ കൂടുതൽ സീറ്റ് വാങ്ങി. ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നു, 100-ൽ കുറയാത്ത സീറ്റ്, 100-ൽ കൂടുതൽ സീറ്റ് വാങ്ങി ഈ പ്രാവശ്യം UDF കേരളത്തിൽ അധികാരത്തിൽ വരും. ആ പൊളിറ്റിക്കൽ ട്രെൻഡാണ്, രാഷ്ട്രീയ ട്രെൻഡാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. 5 വർഷക്കാലമായി നിയമസഭയിൽ RSPക്ക് പ്രതിനിധികളില്ലാത്തൊരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. എന്നാൽ കൊല്ലത്തെ RSP നേതൃത്വം രാവിലെ നമ്മൾ NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണുള്ളത്. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർ. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരാണ് RSP ടിക്കറ്റിൽ UDF സ്ഥാനാർത്ഥിയാകുന്നത്. 25 വർഷക്കാലം MLA ആയിരുന്ന കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് ഇത്തവണയും
എതിർ സ്ഥാനാർത്ഥി. ഉല്ലാസേട്ടാ, എന്താണ് ഒരു പ്രതീക്ഷ കുന്നത്തൂരിനെ പറ്റി? വികസനമില്ലായ്മ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വികസന വിരുദ്ധരെ തിരിച്ചറിയുക. കാൽ നൂറ്റാണ്ട് കാലം ഈ മണ്ഡലത്തെ പിന്നോട്ടടിച്ച ആളുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി 10 പഞ്ചായത്തിലും സജീവമായിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്ന വികസന സംവാദം. ആ സംവാദം ജനങ്ങൾ ഏറ്റുകഴിഞ്ഞു. അത് ഏറ്റെടുത്ത് 10 പഞ്ചായത്തിലും UDF അനുകൂലമായിട്ടുള്ള ചരിത്രപരമായ 1982 ശേഷം UDF അനുകൂലമായി മണ്ഡലം ജയിക്കാൻ പോകുന്നു എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ ഇത്രയും പിന്നോട്ടടിച്ച സമീപ മണ്ഡലങ്ങളിൽ നമുക്ക് താലൂക്ക് ആശുപത്രി മാത്രം എടുത്താൽ മതി. ഈ നിയോജക മണ്ഡലത്തിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും കശുവണ്ടി തൊഴിലാളികളും ഞങ്ങളൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. സ്വാഭാവികമായും തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ളവർ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് കുന്നത്തൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. അതൊരു പനി ക്ലിനിക്കാക്കി മാറ്റി, അത് ഒരു റഫറൽ ഹോസ്പിറ്റലാക്കി മാറ്റി. അതിൻ്റെ ഉത്തരവാദിത്തം ആരാണ്? ബ്ലോക്ക് പഞ്ചായത്തിനില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ലേ? MLAക്കില്ലേ? അതൊക്കെ തന്നെയാണ് ഞങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രി പ്രതിപക്ഷ MLA ആണ്. കുണ്ടറയിലെ താലൂക്ക് ആശുപത്രി പ്രതിപക്ഷ MLA ആണ്. ബാക്കി ഭരണകക്ഷി MLAമാരുടെ കാര്യങ്ങളൊക്കെ പൊയ്ക്കോട്ടെ. പ്രതിപക്ഷ MLAമാരുടെ ഹോസ്പിറ്റലുകൾ പോലും ഭൗതിക സാഹചര്യ വികസനത്തിൽ, സ്റ്റാഫ് പാറ്റേൺ വികസിപ്പിക്കുന്ന കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, എല്ലാ മേഖലയിലും താലൂക്ക് ആശുപത്രികൾ വികസനത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കുന്നത്തൂരിൽ ഒരു സീനിയർ മോസ്റ്റ് അംഗത്തിന് ഇതൊന്നും ചെയ്യാൻ കഴിയാതെ 50 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തി? ഈ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് ഒരു പനി വന്നാൽ, ഒരു ശ്വാസം മുട്ട് വന്നാൽ പേവിഷബാധ കുത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് ഈ താലൂക്ക് ആശുപത്രിയെ മുടിപ്പിച്ച് നശിപ്പിച്ചവർക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്വാസം മുട്ടുമായി കടന്നു ചെന്ന രോഗിക്ക് എന്തുകൊണ്ടാണ് പേവിഷബാധയുടെ വാക്സിൻ എടുത്ത് കുത്തേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ മതിയായ സ്റ്റാഫ് പാറ്റേൺ ഇല്ല. മതിയായ സ്റ്റാഫ് പാറ്റേൺ എന്തുകൊണ്ടില്ലാതാകുന്നു? ജനപ്രതിനിധി പിടിപ്പുകേട്. ഞാൻ പറയാം, കഴിഞ്ഞ മാസം 204ഓളം ഡോക്ടർമാരാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ പുതിയതായി ചുമതലയെടുത്തത്. ഒരാളിനെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില റോഡ് വികസനങ്ങൾ നടന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനെ. ബാക്കി ഏത് മേഖലയിലാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത്? ഇവിടെ ടൂറിസം മേഖല, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. ദിവസേന ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലുമായിട്ടുള്ള എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നത്? അവർക്ക് ആവശ്യമായ ഒരു ഭൗതിക സാഹചര്യം ടൂറിസം മേഖലയിൽ കൊടുക്കാൻ കഴിഞ്ഞു? എസ് വളവ് പോലെ 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു മൂത്രപ്പുര പണിയാൻ ഈ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ എല്ലാ ബഡ്ജറ്റിലും വലിയ വലിയ കോടികളുടെ വികസനം പറയും. 200 കോടി രൂപയോളമാണ് കടലാസിൽ ഒതുങ്ങി നിൽക്കുന്നത്. എവിടെയാണ് കണ്ണങ്കാട്ട് പാലം? എവിടെയാണ് കൊന്നയിൽ കടവ് പാലം? എവിടെയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്? എവിടെയാണ് ശാസ്താംകോട്ട KSRTC ബസ് സ്റ്റാൻഡ്? എവിടെയാണ്? ഇങ്ങനെ ജനമാണ് പറയുന്നത്. വികസനം തന്നെയാണ് ചർച്ച. തീർച്ചയായും 100% വികസനം ഇല്ലായ്മ ചോദ്യം ചെയ്യുമ്പോൾ കേവലം എല്ലാ കാലത്തും കാണിക്കുന്നത് പോലെ വ്യക്തിഹത്യയുമായി നടന്നാൽ അതൊന്നും കേട്ട് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. അതിക്രൂരമായി 2016 വ്യക്തിഹത്യ നടത്തി വേട്ടയാടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. ഇനി അതൊന്നും വിലപ്പോവില്ല എന്നാണ് സ്നേഹബുദ്ധിയ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്. അതുകൊണ്ട് വികസനമില്ലായ്മ ചോദ്യം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ സാധാരണക്കാരുടെ പ്രതിനിധികളാണ്, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ഞങ്ങളുടെ പാർട്ടി 3ാം തവണയും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അത്തരം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പാർട്ടി അക്കാര്യത്തിൽ, മുന്നണി അക്കാര്യത്തിൽ വലിയ സഹായമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഈ 2016 മുതൽ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്തുനിന്നും സജീവമായൊരു ഫുൾ ടൈമർ എന്നുള്ള നിലയിൽ എൻ്റെ നേതാക്കന്മാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികവും പാർട്ടിക്കൊരു കണക്കൂട്ടലുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചെല്ലാം പാർട്ടിക്കും മുന്നണിക്കും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ വികസന പൂർണ്ണതയിലേക്ക് ഈ നാടിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വളരെ പ്ലാൻഡായിട്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ കുന്നത്തൂരിൻ്റെ വികസന കിതപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് വികസന കുതിപ്പിലേക്ക് ഈ നാടിനെ മാറ്റാൻ UDF തയ്യാറാണ്. ഈ നാടും അതിനൊപ്പം തയ്യാറായി നിൽക്കുകയാണ്. ഈ 2026 RSPയുടെ ഒരു കരുത്താർജിക്കുന്ന തിരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നാണ് ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. RSPക്ക് എന്താണ് പ്രതീക്ഷ കൊല്ലം ജില്ലയിൽ? ഞങ്ങളുടെ മുഴുവൻ സീറ്റും വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെയാണ് RSP വളരെ നേരത്തെ തന്നെ കളത്തിലിറക്കിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഇറങ്ങാനുള്ള അനുവാദം പാർട്ടിയും മുന്നണിയും തന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യയുടെ പ്രവർത്തകർ 2016 മുതൽ
അത്ര കരുതലോടെ ആണ് ഞങ്ങളെയൊക്കെ ഈ മണ്ഡലത്തിൽ പരിപാലിച്ചു പോകുന്നത്. ഒരു ഇലയനങ്ങിയാൽ, ഞാനിപ്പോൾ ഒരു തന്ത്രവശാൽ സൂചിപ്പിച്ചത്, ഒരു ഇലയനെ അലങ്ങിയാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഏതെങ്കിലും വാർഡിൽ, ഒരു ബൂത്തിൽ ഒരു വിഷയമുണ്ടായാൽ അപ്പോൾ വിളിക്കും. RYF സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത്യാവശ്യം ജില്ലകൾക്ക് പുറത്തു പോകുന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ഈ 10 പഞ്ചായത്തുകളും സജീവ സാന്നിധ്യമായി വിനയാന്യുതനായി അവരോടൊപ്പം ഈ നാട്ടിലെ അവരുടെ സന്തോഷങ്ങളിൽ, സന്താപങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, സമരമുഖങ്ങളിൽ സജീവമായി നിന്ന പ്രോഗ്രസ് കാർഡാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഉല്ലാസ്കോ ഊരിൻ്റെ ഒരു ശാസ്താംകോട്ടയും കുന്നത്തൂരുമായി ബന്ധപ്പെട്ട് സജീവ പ്രവർത്തനങ്ങൾ. എന്തായാലും ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവിധ വിജയാശംസകളും. കൊല്ലത്ത് വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇരവിപുരം. ഇരവിപുരത്തെ UDF സ്ഥാനാർത്ഥി വിഷ്ണു മോഹൻ നമ്മളോടൊപ്പം ചേരുന്നു RSP ഓഫീസിൽ നിന്ന്. എന്താണ് വിഷ്ണു മോഹൻ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായും കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രം, രാഷ്ട്രീയ കാറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഒരിക്കലും ഇരവിപുരത്തിന് ആ കാറ്റിന് വിരുദ്ധമായി, അല്ലെങ്കിൽ ആ കാറ്റിനെ അട്ടിമറിക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെ അല്ല, കേരളത്തിൽ പൊതുവായുള്ള രാഷ്ട്രീയ കാറ്റു തന്നെയാണ് ഇരവിപുരത്ത് വീശുന്നത്. ആ രാഷ്ട്രീയ കാറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ വിജയപ്രതീക്ഷ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുമെന്ന് ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ ടീം UDFനും ആ ഉറപ്പ് ഞങ്ങൾക്ക് മുന്നിലുണ്ട്. ഈ നൗഷാദ് MLA ഒരു തട്ടകമാണ് ഇരവിപുരം, അങ്ങനെ ആയിക്കഴിഞ്ഞു, ഒരു ഇടത് കോട്ടയായി കഴിഞ്ഞു എന്നാണ് പൊതുവിലും മാധ്യമപ്രവർത്തകർ അടക്കം പറയുന്നത്. അവിടെയാണ് പുതുമുഖമായി താങ്കൾ കടന്നുള്ളത്, ചെറുപ്പത്തിന്റെ പ്രതീകമായെന്നൊക്കെ നമുക്ക് പറയാം. RSPയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്തൊരു വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കണക്കുകൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്താണ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി? അവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന കൊല്ലം കോർപ്പറേഷൻ, അതുപോലെ തന്നെ മയ്യനാട് ഗ്രാമപഞ്ചായത്ത്, ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും കോട്ടകുത്തളങ്ങളെ ഇളക്കി മറിച്ച് അധികാരത്തിലെത്തിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്, അതായത് സെമി ഫൈനൽ ജയിച്ചു നിൽക്കുന്ന ഒരു ടീമിന്റെ പ്രതിനിധിയായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ അവിടെ ജനവിധി തേടുന്നത്. അതൊരു ടീം UDF സ്പിരിറ്റിൽ തന്നെയാണ് അവിടെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ. UDF സെഞ്ചുറി അടിക്കുമ്പോൾ അതിലൊരു മികച്ച പ്ലെയറായി വിഷ്ണു മോഹൻ ഉണ്ടാവും. തീർച്ചയായും വിഷ്ണു മോഹൻ എന്നല്ല, ഇരവിപുരത്തെ ടീം UDF, അത് വിഷ്ണു മോഹൻ എന്ന നിലയിൽ ആ ഇരവിപുരത്തെ ടീം UDFന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ ഇരവിപുരം ടീം UDFും ഈ ഫൈനൽ മത്സരത്തിൽ 100 സെഞ്ചുറി അടിക്കുന്ന മത്സരത്തിൽ ഞങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് അക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൊല്ലത്ത് നിന്ന് RSP വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. ചവറയും ഇരവിപുരവും കുന്നത്തൂരും അടക്കം RSP നേടും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് RSP ഉള്ളത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ രോഹിത് രവീന്ദ്രനോടൊപ്പം രോഹിത് നേഷൻ ഫസ്റ്റ്.